നമസ്കാരം. നമസ്കാരം രാജൻ. ഗ്രീഷ്മ പറഞ്ഞതായി മാധ്യമങ്ങളിൽ വന്നതാണ്. അതായത് പോലീസുകാരോട് പറഞ്ഞു വന്നു 14 വർഷമല്ലേ ഉള്ളൂ, തിരിച്ചിറങ്ങി വന്നിട്ട് ഞാൻ ജീവിക്കുമെന്ന്. ആലോചിച്ച് നോക്കാം, അങ്ങനെ നാളെ ഷാരൻ ഗ്രീഷ്മയെ കുറിച്ച് പറഞ്ഞിരുന്നെങ്കിലും. ഇതിലൊരു അഡ്വക്കേറ്റ് എന്നല്ല ഞാൻ വ്യക്തമായിട്ട് ചോദിക്കുക, മേൽക്കോടതി ചെന്ന് കഴിയുമ്പോൾ ഇത് മാറുമോ ഇല്ലയോ? ഈ ജയിലിൽ കിടക്കുമ്പോഴേ ഒരുപാട് പേർക്ക് വലിയ മാനസാന്തരമൊക്കെ ഉണ്ടാവും. അങ്ങനെ മാനസാന്തരമുള്ള ഗ്രീഷ്മയാണോ ഞാൻ വരും ഞാൻ ജീവിക്കും എന്ന് പറയുന്നത്? എന്തായാലും ഒരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട, ഗ്രീഷ്മയ്ക്ക് നല്ല ക്രിമിനൽ മൈൻഡ് ഉണ്ട്. മനഃപൂർവ്വം വിളിച്ച് ഇവനെ സെഡ്യൂസ് ചെയ്ത് സംസാരിച്ച് അടുത്ത ദിവസം ഇങ്ങോട്ട് കൊണ്ടുവരികയും വിഷം കലക്കി കൊടുക്കുകയും ചെയ്യും. അതിനെയാണ് കമാൽ പാഷ സാർ അന്തസ്സോടെ കഷായം കലക്കി കൊടുക്കുന്നു പറയുന്നത്. പറയുമ്പോൾ ഒരു മനുഷ്യത്വം നമുക്ക് വേണം. എനിക്ക് ഇപ്പോഴും മനസ്സിൽ നിന്ന് തികട്ടി വരുന്നത് ആ ദേഷ്യം പോകാത്തത് അന്തസ്സോടെ കലക്കി കൊടുത്തു എന്നുള്ളതാണ്. ഒരു പുരുഷൻ മരിക്കുമ്പോൾ അവന് നമുക്ക് അത്രേ വിലയുള്ളൂ. പറഞ്ഞത് ഒരു പുരുഷനാ, പറഞ്ഞത് പുരുഷനാ. കാര്യം ഈ ഫെമിനിസ്റ്റുകളുടെ കൈഡിക്ക് വേണ്ടി പറയുന്ന അല്ലെ, ആ വ്യക്തിക്ക്, ആ അഡ്വക്കേറ്റിന് ഇതുപോലൊരു മകൻ ഉണ്ടെങ്കിൽ ആ വ്യക്തി അങ്ങനെ പറയും. ഞാൻ അങ്ങനെയും പറയുന്നില്ല. അങ്ങനെ പറയുന്ന ഗ്രീഷ്മ കൊടുത്ത കഷായം നമ്മുടെ മക്കൾക്കോ നമ്മുടെ വ്യക്തിക്കോ ആണെങ്കിൽ നമ്മളിങ്ങനെ ഇരിക്കത്തില്ല. അവര് സാധാരണക്കാരായതുകൊണ്ട് മാത്രം. ഒരു ദിവസം കണ്ണിന്റെ മുമ്പിൽ ഇരുട്ട് കയറുന്ന എന്താണെന്ന് ഗ്രീഷ്മ അറിയണം. എനിക്കത് ഷാരോൺ അനുഭവിച്ച പോലെ അത്ര അനുഭവിക്കത്തുമില്ല. ഇപ്പോഴും ഷാരനെ സാറ് വേട്ടക്കാരനായി കാണുകയാണെങ്കിൽ ഷാരന്റെ ആത്മാവ് പോലും സാറിനോട് പുറക്കില്ല.